നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി.കെ. ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ ഒരു 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 കടുംപെട്ട് സ്വഭാവം ഏകദേശം പാർലമെന്റിലും വെളിയിലും ഇപ്പോൾ വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് ഡിസ്മിസ്, അതായത് അംഗത്വം റദ്ദാക്കുന്ന രീതിയിലേക്ക് ഉള്ളൊരു മൂവ് നടത്തിയിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. അദ്ദേഹം സർക്കാരിനും ബി ജെ പിക്കും അപ്രീതി സമ്പാദിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരെ ഖണ്ഡിക്കുന്ന ചില പോയിന്റുകൾ പാർലമെന്റിൽ പറയുകയുണ്ടായി. അതിൻ്റെ പേരിൽ അതിൽ മിക്കതും അവർ തന്നെ രേഖയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കണമെന്നൊരു റെസൊല്യൂഷൻ ബി ജെ പിയുടെ അവരുടെ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഹണ്ടിങ് ഡോഗ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷില്. അതിന് അപ്പൊ അങ്ങനെയുള്ള ഒരു എം പിയെ കൊണ്ട് ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇലക്ഷൻ, അതായത് ഇപ്പോൾ 4-5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് വരികയാണ്, കേരളം ഉൾപ്പെടെ. ഇലക്ഷൻ വരുന്ന ചില സംസ്ഥാനങ്ങളിൽ അവരുടെ നീക്കങ്ങൾ, അതായത് ആസാമിലെ പ്രത്യേകിച്ച് കോൺഗ്രസിനൊരു ചാൻസ് ഉണ്ട് എന്നത് കേൾക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസ്സുകാരനായിരുന്ന ഇപ്പോൾ ബി ജെ പിയിലുള്ള ചീഫ് മിനിസ്റ്റർ ഒരു മുസ്ലിം വേഷധാരിയെ വെടിവെക്കുന്ന ഒരു വീഡിയോ പോലും റിലീസ് ചെയ്യുന്നു. അവരിപ്പോൾ അതിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു വളരെ കടുംപെട്ട രീതിയിലുള്ള ഒരു സമീപനത്തിന് കാരണം രാഷ്ട്രീയപരമായി എന്താണ് നമ്മൾ കാണേണ്ടത്? ശ്രീ മാധവൻകുട്ടി, ബി ജെ പി ശരിക്കും രാഷ്ട്രീയ പ്രതിരോധത്തിലായോ? അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും എപ്സ്റ്റൈൻ ഫയലിന്റെ കാര്യത്തിലാണെങ്കിലും മുൻ ആർമി ചീഫ് അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാത്ത ബുക്കിൽ വന്ന പരാമർശങ്ങളുടെ കാര്യമാണെങ്കിലും നവരാണിയുടെ ബി ജെ പി ശരിക്കും രാഷ്ട്രീയ പ്രതിരോധത്തിൽ ആയോ എന്നൊരു സംശയം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ആണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കാരണം ഞാൻ അതിനേക്കാൾ പ്രധാനമായി കാണുന്നത് എപ്സ്റ്റീൻ ഫയലുകളിൽ മോഡി എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും, അതുമാത്രമല്ല ട്രംപിന്റെ കയ്യിൽ മോഡിക്കെതിരായുള്ള തുറുപ്പ് ഷീട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തിപരമായ ആശങ്ക മോഡിക്കും ഭരണകൂടത്തെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന അമിത്ഷാ, ദോവൽ തുടങ്ങിയ, ഞാൻ ഭരണത്രയം എന്നാണ് പറയുന്നത്, RSSന്റെ ഭരണത്രയം, ഇവര് 3 പേരുമാണ് ആത്യന്തികവുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ഇന്ത്യയുടെ രാഷ്ട്രീയവും നയവും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അവരെ ഭയചകിതരാക്കിയിട്ടുണ്ട്. ഒന്ന്, മോഡിയുടെ ടെലവീവ് സന്ദർശനം, മറ്റേ ഇതിന് തുടർന്ന് അദ്ദേഹത്തിന് ട്രംപും അദാനിയുടെ അല്ലെങ്കിൽ അംബാനിയുടെ അദ്ദേഹത്തിന് വേണ്ടി, അംബാനിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ വക്കാലത്ത് എപ്സ്റ്റീൻ വഴി. ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഈ എപ്സ്റ്റീൻ സംബന്ധിച്ചുള്ള, ഒന്ന് നിരവധി ഡിഫൻസ് ഡീലുകളും ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതിൽ അംബാനിയുടെ പങ്കാളിത്തത്തെ കുറിച്ചും ഒക്കെയുള്ള നിരവധി സങ്കീർണമായ കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്.